അസ്സലാമു അലൈക്കും. കൊട്ടക്കാവൽ മഹല്ല് പരിധിയിൽപ്പെട്ട നിർമ്മാണത്തിലിരിക്കുന്ന വീടാണ് ഈ കാണുന്നത്. മുക്കം യത്തീംഖാനയിൽ പഠിക്കുന്ന തീർത്തും നിർധനരായ 3 കുട്ടികളും ഒരു ഉമ്മയടങ്ങുന്ന കുടുംബത്തിന് വേണ്ടി നമ്മുടെ കൊട്ടക്കാവലിലെ പുതുശ്ശേരിമൽ റസാക്ക കൊടുത്ത സ്ഥലത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. കുറച്ച് സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹായത്തോടുകൂടി ഈ രീതിയിലൊക്കെ നിർമ്മാണം എത്തിക്കാൻ കഴിഞ്ഞു. ഇനി മുൻപോട്ടുള്ള നിർമ്മാണത്തിന് നമ്മളെ കൊട്ടക്കാവലുള്ള ക്യാപ്റ്റൻസ് ക്ലബിൻ്റെ കീഴിലുള്ള ചാരിറ്റി ട്രസ്റ്റ് ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം എല്ലാ ആളുകളും ഈ വീടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും പെരുന്നാൾ മറ്റ് വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ സ്വന്തം വീട്ടോ അല്ലെങ്കിൽ കുടുംബക്കാരുടെ വീട്ടിലേക്കോ മടങ്ങി വരാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ 3 കുട്ടികളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അവർക്ക് അങ്ങനെ ഒരു വീടില്ല, വാടക വീട് പോലും ഇല്ലാത്ത ഒരു കുടുംബമാണ്. അപ്പോൾ ഈ പെരുന്നാളിനോ അല്ലെങ്കിൽ പെരുന്നാൾ ആകുമ്പോഴേക്കോ ആ കുട്ടികളെ ഈ വീട്ടിൽ അധിവസിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായി കരുതുന്നു. എല്ലാ ആളുകളും ഈ സൽപ്രവൃത്തിയിൽ ഭാഗവാക്കാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതലായിട്ട് ഇതിൽ എനിക്കൊന്നും സംസാരിക്കേണ്ടിയില്ല. ഇത് നമ്മളെ പ്രസിഡന്റ് റംഷീദ് പറഞ്ഞതുപോലെ എല്ലാവരും ഇതൊരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട് എല്ലാവരും ഇതിൽ ഭാഗവാക്കാവുക. പിന്നെ ഇത് നമ്മളെ ക്യാപ്റ്റൻസ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു ചാരിറ്റി പദ്ധതിയിൽ ആദ്യമായിട്ട് എടുക്കുന്നൊരു പരിപാടിയാണ്. അതിൽ എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുക. കുടുംബം 3 കുട്ടികൾ യത്തീംഖാനയിലാണ് പഠിക്കുന്നത്. ഉമ്മ അടക്കം 4 പേരാണ്. കയറിക്കിടക്കാൻ എങ്ങാടല്ലാത്തൊരു കുടുംബമാണ്. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള റസാക്കായി പുതുശ്ശേരിമൽ കൊടുത്ത സ്ഥലത്ത് വീടിൻ്റെ പണി പറഞ്ഞ പ്രകാരം ഇത്രയും ആയി നിൽക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് മുമ്പോട്ട് പോകാൻ നമ്മുടെ ക്ലബും നാട്ടുകാരും എല്ലാവരുടെയും അകമൊഴിഞ്ഞ സഹായം ഈ ഉദ്യമനത്തിന് വേണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇതാണ് നിലവിലെ വീടിൻ്റെ ഉള്ളിലെ അവസ്ഥ. അക്കൗണ്ട് നമ്പറോ ഗൂഗിൾ പേ നമ്പറോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കുക, പറ്റുന്ന ആളുകളൊക്കെ സഹകരിക്കുക.